പത്മ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്ന് നടൻ മോഹൻലാൽ പത്മഭൂഷൺ ഏറ്റുവാങ്ങി. പത്മ പുരസ്കാരത്തിന് അർഹരായ 112-ൽ 56 പേർക്കാണ് ഇന്ന് അവാർഡുകൾ സമ്മാനിച്ചത്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. നടൻ മോഹൻലാൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്നും പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇത്രയും വർഷം എന്നെ സപ്പോർട്ട് ചെയ്ത എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ കൊളീഗ്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ കുൽദീപ് നയ്യാറിനു വേണ്ടി ഭാര്യ ഭാരതി നയ്യാർ പുരസ്കാരം സ്വീകരിച്ചു. ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ ഉൾപ്പെടെ 14 പേർക്കാണ് ഇത്തവണ പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ, നടൻ പ്രഭുദേവ എന്നിവർ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ ഹോക്കി ക്യാപ്റ്റൻ അജയ് താക്കൂർ, ഗുസ്തി താരം ബജ്രംഗ് പൂനിയ, ടേബിൾ ടെന്നീസ് പ്ലെയർ ശരത് കമൽ, ഗ്രാൻഡ് മാസ്റ്റർ ഹരിക ദ്രോണാവലി, മുൻ വിദേശകാര്യ സെക്രട്ടറി സുബ്രഹ്മണ്യം ജയശങ്കർ എന്നിവരും പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. ഗായകൻ KG ജയൻ, പുരാവസ്തു ഗവേഷകൻ KK മുഹമ്മദ്, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ, കൊൽക്കത്ത ടാറ്റ മെഡിക്കൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ മാമൻ ചാണ്ടി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. 56 പേർക്ക് പിന്നീട് പുരസ്കാരം സമ്മാനിക്കും. ന്യൂസ് 18 ഡൽഹി.